ഇത് കമ്പനി ബോർഡ് LGS എക്സാമിന്റെ സിലബസിൽ വരുന്ന ആറ്റത്തിന്റെ ഘടന എന്ന ഭാഗത്തിലെ ആറ്റത്തിന്റെ ഘടന എന്ന ഭാഗത്തിന്റെ നോട്ടാണ്. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ലക്ഷ്യയുടെ നോട്ടാണ് കേട്ടോ. നല്ല നോട്ടാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന്റെ ടൈമിൽ അതൊക്കെ ഓർമ്മയുണ്ടാവും. ഇനി കൂടുതൽ റെഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫറിലൊക്കെ ഒന്നുകൂടെ വായിക്കാം. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ഇത് എഴുതാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൽ എഴുതാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വായിക്കാം. ആറ്റത്തിന്റെ ഘടന. ആറ്റത്തിന്റെ മാതൃക ആദ്യമായി ആവിഷ്കരിച്ചത് J.J. തോംസൺ ആണ്. ആറ്റത്തിന്റെ തണ്ണിമത്തൻ മാതൃക അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ റൈസ് പുഡിംഗ് മോഡലാണ് ആവിഷ്കരിച്ചത്. J.J. തോംസൺ 1898 ഇത് ആവിഷ്കരിച്ചത്. തണ്ണിമത്തനിലെ ചുവന്ന ഭാഗം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗമാണെന്നും കറുത്ത വിത്തുകൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമാണെന്ന് തൽഫലമായി ആറ്റം നിർവീര്യമാണെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസ് സെന്ററിൽ അതിന് ചുറ്റും ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നതായിട്ട്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. എന്നാൽ നൈട്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡാനിയൽ റുദർഫോർഡ് ആണ്. അപ്പൊ രണ്ടുപേരും മാറിപ്പോരുത്. അതായത് സൗരയൂഥ മോഡലും പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളെ കണ്ടെത്തിയിട്ടും ഏണസ്റ്റ് റുദർഫോർഡും നൈട്രജൻ കണ്ടുപിടിച്ച ആള് ഡാനിയൽ റുദർഫോർഡും ആണ്. ആറ്റത്തിനൊരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തി. സൗരയൂഥ മാതൃകയെ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇതിന് ഒരു വ്യക്തമായ വ്യാഖ്യാനം നൽകാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മാതൃക അംഗീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ പുതിയ മാതൃക നിർദ്ദേശിച്ചതാണ് നീൽസ് ബോർ. ഇപ്പൊ ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാര പാത എന്ന് പറയുന്നത് ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് അല്ലെങ്കിൽ ഒരു ഊർജ്ജ നിലയിൽ കൂടെ ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ മാത്രമേ ഇലക്ട്രോൺസ് സഞ്ചരിക്കുള്ളൂ എന്നാണ് ബോർ മാതൃകയിൽ പറയുന്നത്. അപ്പോ ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാരാണ്? നീൽസ് ബോർ ആണ്. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളുടെ ഊർജ്ജ നിലകൾ എനർജി ലെവൽസ് എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ന്യൂക്ലിയസിന് നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്നും തുടങ്ങി 1, 2, 3, 4, 5 എന്ന് നമ്പർ നൽകുകയോ KLMNO എന്ന് ഇങ്ങനെ പേര് നൽകുകയോ സൂചിപ്പിക്കാവുന്നതാണ് എന്നാണ് ബോർ മാതൃകയിൽ പറയുന്നത്. 1916 കോപ്പൻഹാഗൻ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറായി നിയമിതനായാണ് നീൽസ് ബോർ. 1922 ആറ്റത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിന് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനവും കിട്ടി. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്ന കണമാണ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും. മൗലിക കണങ്ങൾക്ക് പുറമെ, മൗലിക കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ് കേട്ടോ. ഈ മൗലിക കണങ്ങൾക്ക് പുറമെ ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ മറ്റു സൂക്ഷ്മ കണങ്ങളാണ് പോസിട്രോൺ, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, മ്യൂസോൺ. ഈ ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗം എന്ന് പറയപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ അല്ലെങ്കിൽ ഊർജ്ജനില. ഓരോ ഷെല്ലിനും ഒരു പർട്ടിക്കുലർ ഊർജ്ജം അല്ലെങ്കിൽ എനർജി ഉണ്ടാവും. ആ ഓർബിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഊർജ്ജമാണ് ആ ഇലക്ട്രോൺസിനും ഉള്ളത്. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആറ്റത്തിന്റെ ഘടന എന്ന ഭാഗം. ഇത് മുന്നേയുള്ള ഭാഗങ്ങൾ ഞാൻ ഷോർട്സിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആറ്റത്തിന്റെ ഘടനയുടെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങളും കൂടെ ഷോർട്സിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ലക്ഷ്യയുടെ നോട്ട് വളരെ നല്ലതാട്ടോ. നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടെല്ലാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ ഈ നോട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ ഈ നോട്ട് ഇത് മാത്രമല്ലാതെ ഞാൻ റാങ്ക് ഫയൽ വായിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എഴുതി എന്റേതായിട്ടൊരു നോട്ടും ഉണ്ട്, അതും ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പം ആ നോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.